അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ ഇവിടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രാജാതിരാജാവും നമ്മുടെ കർത്താവും സർവശക്തനുമായ യേശുവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്തൃദാസൻ സിറിൽ ഇപ്രകാരം ദൈവം തനക്കൊരു ദർശനം നൽകി. തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സാമുവൽ വിൽസൺ, തൻ്റെ കൂട്ടുപ്രവർത്തകർ ഒരുമിച്ച് തിരുമുൻപിൽ പ്രാർത്ഥിച്ച് ഇപ്രകാരം ഒരു യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. ഇതൊരിക്കലും വൃഥാവല്ല. ഇത് ഈ പട്ടണത്തിൻ്റെ ഉണർവിന് അടിസ്ഥാനം പാകുന്ന ദിവസങ്ങളാണ്. ആമേൻ, സ്തോത്രം. കേട്ടതുപോലെ ചില ശക്തരായവരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഇന്ന് പകൽ ഉണർവിന് വേണ്ടി സഭകൾ ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു. ആമേൻ. ഉണർവിന് വേണ്ടി സഭകൾ തങ്ങളെ ഒരുക്കേണ്ടത് ആവശ്യം. സ്തോത്രം. ഒന്നാമതായി തലമുറ, കൊച്ചു കുഞ്ഞുങ്ങൾ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിശേഷമായ ആ കാര്യം പറഞ്ഞു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണർവിന് വേണ്ടി ദൈവം അവരെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. ആ കൊച്ചു കുഞ്ഞുങ്ങളെ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുവാൻ വേണ്ടി സഭ അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കുകയും മാതാപിതാക്കൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ ഒന്നാമത്തെ സമയം അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയായിരുന്നു. രണ്ടാമത് ദൈവാത്മാവ് പറഞ്ഞത്, അന്ത്യകാലത്തുള്ള വാഗ്ദത്തങ്ങളിൽ ചിലത് നാം ഇനി പ്രാപിച്ചെടുക്കുവാനുണ്ട്. സ്തോത്രം. കൃപാവരങ്ങൾ സകല വിശ്വാസികളും പ്രാപിച്ചവരായിരിക്കണം. നമ്മിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ജ്വലിക്കണം. ആമേൻ, ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വരങ്ങൾ നമ്മിലൂടെ ജ്വലിക്കണം. വില കൊടുക്കുവാൻ തയ്യാറായ ഒരു കൂട്ടം പേരെ ഇന്ന് പകൽക്കാലം അവർക്ക് വേണ്ടി വിശേഷമായി പ്രാർത്ഥിപ്പാനിടയായി. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചേച്ച് പോയി, സാരമില്ല, എത്രയോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതല്ല, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തിമോഥെയോസിനോട്, എൻ്റെ കൈവയ്പിനാൽ നിനക്ക് നീ പ്രാപിച്ച കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. നിങ്ങളത് ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നിങ്ങൾ തീരുമാനമെടുത്തത് ഒരു ദിവസം 3 മണിക്കൂർ നേരമെങ്കിലും വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഇരിക്കുകയും, സ്തോത്രം, തുടർന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുകയും ചെയ്യുക. അത് നിങ്ങൾ ചെയ്താൽ ഒരു വലിയ വിടുതലിൻ്റെ ശുശ്രൂഷകൾ നിങ്ങളിലൂടെ കർത്താവ് ചെയ്തെടുക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. അങ്ങനെ 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളുടെ ഉത്തരവാദിത്വങ്ങൾ ഉണരുവാൻ പ്രബോധിപ്പിക്കുകയും ചെയ്തു ഇന്ന് പകൽ യോഗത്തിൽ. സ്തോത്രം. സാധാരണ ഒരു പ്രസംഗം കേട്ട് വിട്ടേച്ച് പോകുന്നത് പോലെയല്ല. ഈ നാളുകളിൽ നിങ്ങളെ കർത്താവ് പണിയുകയാണ്. അത് നിങ്ങൾ സ്വീകരിക്കണം. ഇപ്പോൾ കർത്തൃദാസൻ പറഞ്ഞതുപോലെ, സ്തോത്രം, വേദപുസ്തകത്തിൽ ഒരു വചനം ഞാൻ ഉദ്ധരിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആമേൻ. ഈ ആമേനൊന്നും പോരാ കേട്ടോ, നല്ലവണ്ണം പറഞ്ഞാട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. സ്തോത്രം. ഇവൻ അല്പം കുടിക്കും, ഇവൻ നീരുറവയായി മാറും.
ഇവനിൽ നിന്ന് നദിയല്ല, നദികൾ ഒഴുകും. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഗ്ലോറി ടു ജീസസ്. ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ അനേകരുടെ ജീവിതത്തിന്റെ ഉള്ളറകൾ ജീവ ഊറ്റുകളായി മാറി അവരിൽ നിന്ന് നദികൾ ദേശത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഒഴുകുവാനും, ഈ നദികളിൽ ആമേൻ എവിടൊക്കെ പട്ടണത്തിന്റെ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നുവോ അവിടെയൊക്കെ ആമേൻ ഈ നദികൾ ചെന്ന് ചേരുന്നിടത്തൊക്കെയും ആമേൻ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ജീവിക്കും. ഹല്ലേലൂയ. ജീവിക്കും. ജീവിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കേട്ടതുപോലെ 5 വർഷം കഴിയുമ്പോൾ അതെ കൊല്ലം പട്ടണത്തിന്റെ മുഖരൂപം മാറും. സ്തോത്രം. വ്യത്യാസം ഉരുവാകും. സ്തോത്രം. അതിനുവേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുക. ഈ നാളുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അല്പസമയം ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു വാക്ക് പറയാം. യേശുവേ, ഞങ്ങളുടെ വചനം എന്നോട് പറയണമേ, അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. എല്ലാവരും പറയൂ, ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യൂ. ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യൂ. സ്തുതികളുടെ നടുവിൽ ഇറങ്ങി വരുന്ന നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് ഇന്ന് നമ്മെ വിശേഷമായി തൊടട്ടെ. ഇത് അനുഗ്രഹ നാളാണ്. ചില രോഗങ്ങൾ യേശു സൗഖ്യമാക്കും, ചില വേദനകൾ യേശു മാറ്റും. ശത്രു കൊള്ള ചെയ്ത ചില കാര്യങ്ങൾ, അവൻ കൊള്ളയിട്ട് കൊണ്ടുപോയ ചിലതിനെ എൻ്റെ കർത്താവ് തിരികെ വിളിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ശക്തിയായി സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. എല്ലാവരും ശബ്ദം ഉയർത്തി സ്തുതിക്കുക. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മഹിമ ഇവിടെ ഇറങ്ങണമേ. അങ്ങയുടെ ശക്തി ഇവിടെ പ്രവഹിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനയോടെ വന്നവർ, കഷ്ടത്തോടെ വന്നവർ, രോഗത്തോടെ വന്നവർ, ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം വെളിപ്പെട്ട് രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതബാധിതർ വിടുതൽ പ്രാപിക്കട്ടെ. അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കീഴടക്കട്ടെ. എല്ലാവരും കരങ്ങളെ അടിച്ച് ചില മിനിറ്റുകൾ കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിക്കാം. ചില മിനിറ്റുകൾ കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിക്കാം. സ്തുതികളുടെ നടുവിൽ ഇറങ്ങി വന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഇന്ന് ചില ബലഹീനരെ വിടുവിക്കട്ടെ, ചില രോഗികളെ സൗഖ്യമാകട്ടെ. ആമേ, ശരീരത്തുള്ള ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മറഞ്ഞു പോകട്ടെ. ബലഹീനതകൾ മാറിപ്പോകട്ടെ. ആമേൻ, ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ. ആമേൻ, സ്തോത്ര. സാമ്പത്തിക നന്മകളെ കൊള്ളയടിച്ച പിശാചിന്റെ ആ കൊള്ളക്കാരന്റെ കയ്യിൽ നിന്ന് ഇന്ന് രാത്രി അനേകരെ യേശു വിടുവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. എല്ലാവരും കരങ്ങളെ അടിച്ച് ചില മിനിറ്റുകൾ സ്തുതിക്കുക, ആത്മാവിൽ ആരാധിക്കുക. ആമേൻ. പിശാച് കീഴടങ്ങുവാൻ പോകുന്നു, ദേശാധിപതി കീഴടങ്ങുവാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് മുടിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അത് കീഴടങ്ങുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് കീഴടങ്ങുവാൻ പോകുന്നു. അഭിഷേകം മുഖങ്ങളെ തകർക്കുന്നു. ചിലരെ നിവരുവാൻ കഴിയാതെ ആമേൻ വിടാതെ വിട, ചിലർ നിവരുവാൻ വിടാതെ വിട. ആമേൻ, സ്തോത്രം. കഠിന ദുഃഖങ്ങളെ വെച്ച് ആമേൻ അടിമ ദുഃഖം ചുമപ്പിക്കുന്ന പിശാചിന്റെ ശക്തികൾ
ജീസസ്. ഓ ഹല്ലേലൂയ. വിശ്വാസികളിൽ നിന്ന് അത് മാറിപ്പോകട്ടെ. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. ഇന്ന് രാത്രി ചില നുകങ്ങൾ തകരട്ടെ. രോഗികളായി വന്നവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ രോഗത്തോട് പറയുക, രോഗാത്മാവ് എന്റെ മേൽ നിനക്ക് അധികാരമില്ല. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ നുകങ്ങൾ മുറിയട്ടെ, നുകങ്ങൾ തകരട്ടെ, നുകങ്ങൾ തകരട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. നുകങ്ങൾ തകരട്ടെ, നുകങ്ങൾ തകരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നുകങ്ങൾ തകരട്ടെ, നുകങ്ങൾ തകരട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവേ ശക്തിയായി ഇറങ്ങി വരണമേ, ശക്തിയായി ഇറങ്ങി വരണമേ, ശക്തിയായി ഇറങ്ങി വരണമേ, ശക്തിയായി ഇറങ്ങി വരണമേ. ഈ ജനത്തിന്റെ കണ്ണുനീർ നീ തുടയ്ക്കണമേ. ഹല്ലേലൂയ. വിടുതലിന്റെ ശക്തി പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ, വിടുതലിന്റെ ശക്തി പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന ഇരുളടഞ്ഞ ജീവിതങ്ങൾ പ്രകാശമയമാകട്ടെ, പ്രകാശമയമാകട്ടെ, പ്രകാശമയമാകട്ടെ. രോഗികളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. രോഗികളുടെ മേൽ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗികളുടെ മേൽ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവേ ഇറങ്ങി വന്നാട്ടെ, ഇറങ്ങി വന്നാട്ടെ. അങ്ങനെ ശക്തി വ്യാപരിക്കണം, വെളിപ്പെടണം. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ചില ജീവിതങ്ങളുടെ മേൽ അഭിഷേകത്തെ നീ പകർന്ന് അവരുടെ ജീവിതത്തെ നിവർന്ന് നടക്കുവാൻ കഴിയാതെ, ആമേൻ, സ്തോത്രം, കൂനിയായ സ്ത്രീയെ പോലെ, ആമേൻ, ശത്രുവിന്റെ ശക്തികൾ ഇവരുടെ തല താഴ്ത്തി വെച്ച്, ആമേൻ, തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ശത്രുവിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ നുഖങ്ങൾ മുറിഞ്ഞു പോകട്ടെ, നുഖങ്ങൾ തകരട്ടെ, നുഖങ്ങൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം നുഖത്തെ തകർക്ക്. ചില വ്യക്തികളെ സ്വാധീനിച്ച് വച്ചിരിക്കുന്ന പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കീഴടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കീഴടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കീഴടങ്ങട്ടെ. ദുഷ്ട പിശാചേ പുറത്തു വരിക, പുറത്തു വരിക, ജനത്തെ വിട്ട് പുറത്തു വരിക യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ പട്ടണത്തിൽ ഉദയ നക്ഷത്രം ഉദിക്കട്ടെ. ആമേൻ. അന്ധകാരം മാറട്ടെ. ഈ പട്ടണത്തിൽ വെളിച്ചം ഉദിക്കട്ടെ, വെളിച്ചം ഉദിക്കട്ടെ, വെളിച്ചം ഉദിക്കട്ടെ. ഇരുൾ നീങ്ങട്ടെ. പാരമ്പര്യ ചങ്ങലകൾ ഉടഞ്ഞ് തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യ ദുഷ്ട ശക്തികൾ തകർന്ന് മാറിപ്പോകട്ടെ, തകർന്ന് മാറിപ്പോകട്ടെ, തകർന്ന് മാറിപ്പോകട്ടെ. ദൈവിക വിടുതൽ, ദൈവിക വിടുതൽ, ദൈവിക വിടുതൽ ശക്തിയായി വെളിപ്പെടട്ടെ, ശക്തിയായി വെളിപ്പെടട്ടെ, ശക്തിയായി വെളിപ്പെടട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ചിലരുടെ മേൽ അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആത്മാവിന്റെ പരിവർത്തനം, പരിവർത്തനം ശക്തിയായി, ശക്തിയായി വെളിപ്പെടട്ടെ. ചില ശരീരങ്ങളെ കീഴടക്കി വച്ചിരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ കീഴടങ്ങി ദൈവിക വിടുതൽ ഉണ്ടാകട്ടെ.
യുഗത്തെ തകർക്കുന്ന അഭിഷേക 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 യുഗത്തെ തകർക്കുന്ന അഭിഷേക ചിലരുടെ മേൽ വെളിപ്പെട്ട് ആമേൻ നീരുറവുകളായി മാറട്ടെ. ഓ നദികളായി അവരിൽ നിന്ന് നദികൾ പാഞ്ഞ് പട്ടണത്തിന്റെ നാനാ ദിക്കുകളിൽ ഇന്ന് രാത്രി തന്നെ ഒഴുകട്ടെ. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. പട്ടണത്തിന്റെ മുഖച്ഛായ മാറത്തക്ക നിലയിൽ ഓ സ്തോത്ര ആമേൻ ഹല്ലേലൂയ. പട്ടണത്തിലെ ജനങ്ങളെ കുടുംബങ്ങളെ കൊള്ളയിട്ട് നശിപ്പിക്കുന്ന പിശാചിന്റെ ശക്തികൾ തകരത്തക്ക നിലയിൽ മദ്യപാനത്തിന്റെ ദുരാത്മാവ് ശരീര ജീവിതങ്ങളെ വിട്ട് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ജീസസ് 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 ജീസസ്. മാരക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ശക്തിയുടെ വചനത്തിനായി സ്തോത്രം. രണ്ട് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ മഹത്വം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ബലഹീന ദാസൻ തിരുമുൻപിൽ, നിന്റെ ജനം തിരുപാദപീഠത്തിൽ ഇന്ന് വചനത്തിന്റെ വാതിൽ തുറക്കണമേ. ജനത്തോടുള്ള അരുളപ്പാട് മാത്രം നീ പ്രസ്താവിക്കണമേ. വചനങ്ങൾ ഹൃദയാന്തരംഗങ്ങളിൽ പ്രവേശിക്കുവാൻ, അത് മുഖാന്തരം ജനം വിടുവിക്കപ്പെടുവാൻ, ഇരുളിലിരിക്കുന്ന ജനം വെളിച്ചം കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ ആക്കണമേ. അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ശക്തമായി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. വളരെ പെട്ടെന്നൊരു വേദഭാഗം ധ്യാനിക്കുവാൻ സമയം വേർതിരിക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. വേഗത്തിൽ ചില വചനങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് വായിച്ചാൽ അത് അനുഗ്രഹവും സഹായവുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 10-ന്റെ 9-ാം വാക്യം മൈക്ക് വെച്ചിരുന്നാൽ നല്ലതാണ്. അത്രയും അല്ലല്ലോ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ആമേൻ. ശരിയായ ട്രാൻസ്ലേഷൻ അല്പം കൂടെ വ്യത്യാസമാണ്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തും പുറത്തും മേച്ചൽ കണ്ടെത്തും. ആമേൻ. വരണ്ട ഇടങ്ങളിൽ ഉണങ്ങിയ ആമേൻ പുല്ലുകൾ മേയുന്ന ആടുകൾക്ക് അകത്തും പുറത്തും പച്ചപ്പുൽപ്പുറം കണ്ടെത്തുക എന്നത് സന്തോഷമായ കാര്യമാണ്. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. രക്ഷപ്പെടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. രക്ഷയുടെ വഴികൾ മനുഷ്യൻ തിരയുന്നു. തിരഞ്ഞിട്ട് ഒരു വഴിയിലൂടെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അവൻ നിരാശപ്പെടുന്നു. അവൻ നിരാശപ്പെട്ട് ജീവിതത്തെ തന്നെ ഒടുക്കിക്കളയുന്നു. എന്നാൽ അനേക വഴികൾ തിരഞ്ഞിട്ടും രക്ഷയുടെ മാർഗം കാണാതെ അലയുന്നവരോട് ഒരു സദ്വർത്തമാനം വിളിച്ചു പറയുവാനുണ്ട്. അത് യേശുവിന്റെ വചനമാണ്. യേശു പറഞ്ഞു, എന്നിലൂടെ കടക്കുന്നവൻ
രക്ഷപ്പെടും. ഞാൻ രക്ഷയുടെ വാതിൽ. ആമേൻ. സ്തോത്രം. അവൻ അകത്തും പുറത്തും പോയി മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. സ്തോത്രം. വിശുദ്ധ വേദപുസ്തക വചനം പഠിക്കുമ്പോൾ സാക്ഷാൽ ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു രക്ഷകനായി ലോകത്തിലേക്ക് വന്നു. യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ വാർദ്ധക്യമുള്ള പുരോഹിതൻ കരത്തിലെടുത്തു വെച്ച്, ആമേൻ, എന്റെ രക്ഷയെ എന്റെ കണ്ണുകൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നവനെ രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം എന്നാണ് ദൂതൻ പ്രസ്താവിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 45:22 ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ഭാരത രാജ്യത്തിന് ആവശ്യം ഈ രക്ഷകരാണ്. ലോകരാജ്യങ്ങൾക്ക് ആവശ്യം ഈ രക്ഷകരാണ്. നമുക്കാവശ്യം ഈ രക്ഷകനാണ്. ആമേൻ. സ്തോത്രം. ഈ രക്ഷകനായ ക്രിസ്തു ഒരുവനിൽ വന്നാൽ അവൻ രക്ഷപ്പെടും. ഒരു കുടുംബത്തിൽ വന്നാൽ ആ കുടുംബം രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. സക്കായിയുടെ വീട്ടിൽ പോയപ്പോൾ യേശു പറഞ്ഞു, നീ അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിനക്കും രക്ഷപ്പെടാം, നിന്റെ കുടുംബത്തിനും രക്ഷപ്പെടാം. സ്തോത്രം. ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചാൽ അവൻ രക്ഷിക്കപ്പെടും. ഒരു കുടുംബം യേശുവിനെ സ്വീകരിച്ചാൽ കുടുംബം രക്ഷപ്പെടും. ഒരു സമുദായം യേശുവിനെ സ്വീകരിച്ചാൽ സമുദായം രക്ഷപ്പെടും. ഒരു പട്ടണം യേശുവിനെ സ്വീകരിച്ചാൽ പട്ടണം രക്ഷപ്പെടും. ലോകത്തിൽ 1 കോടി പണം ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലുത് രക്ഷകനായ യേശുവിനെ ഒരുവന് കൊടുക്കുന്നതാണ്. ആമേൻ. ഇത്രയും സ്തുതി പോരാ. ഹല്ലേലൂയ. കോടികൾ നേടിയവൻ സ്വസ്ഥതയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. പക്ഷെ യേശുവിനെ നേടിയവൻ ആത്മഹത്യ ചെയ്യത്തില്ല. ഇങ്ങനെ പോരെ. സ്തോത്രം. 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 ഹല്ലേലൂയ. സിനിമാ നടികമാർ പണം കുറവ് കൊണ്ടോ സൗന്ദര്യം കുറവ് കൊണ്ടോ അല്ല ആത്മഹത്യ ചെയ്യുന്നത്. സ്തോത്രം. യേശു ഇല്ലാത്തത് കൊണ്ട്. പണം രക്ഷയല്ല, പേരും പ്രശസ്തിയും രക്ഷ തരുന്നില്ല. രക്ഷ തരുന്നവൻ ഒരുവൻ മാത്രം, രക്ഷകനായ യേശു. ഒരു കുടുംബത്തെ സഹായിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കുറെ രൂപ കൊടുത്താൽ സഹായമാകയില്ല. ഏക രക്ഷകനെ നൽകുക. സ്തോത്രം. സ്തോത്രം. കൈകളെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പട്ടണം രക്ഷപ്പെടുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏകരക്ഷകനായ യേശുവിനെ ആ പട്ടണത്തിനൊന്ന് വിളമ്പിക്കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യേശു ഇല്ലാത്ത രാജ്യം രക്ഷപ്പെടാൻ കഴിയുകയില്ല. യേശുവില്ലാത്ത പട്ടണം സാക്ഷാൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല. യേശുവില്ലാത്ത കുടുംബം രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്റെ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തും പുറത്തും മേച്ചൽ കണ്ടെത്തും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായ 9 പേരെ കുറിച്ച് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു.
40 വർഷം കഴിഞ്ഞിട്ട് അവരുടെ ചരിത്രം കൊടുത്തിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരെന്ന് പ്രശംസിക്കപ്പെട്ട 9 പേരും, ഇതിൽ ചിലർ മാനസിക രോഗികളായി മാറി, ചിലർ മറ്റുള്ളവരാൽ കുല ചെയ്യപ്പെട്ടു, ചിലർ കടക്കാരായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. സ്തോത്രം. ആമേൻ. പണം നിന്നെ രക്ഷിക്കയില്ല, കുടുംബത്തിന്റെ സൽപ്പേരുകൾ നിന്നെ രക്ഷിക്കയില്ല, നിന്റെ പൊസിഷൻ നിന്നെ രക്ഷിക്കയില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ അടുത്തുള്ള മണിച്ചൻ, എന്നെ മണിച്ചനോ, ജയിലിൽ ഇരുമ്പഴി എണ്ണുന്നു. എൻ്റെ സഭയിൽ വരുന്ന ഒരാൾക്ക് 1.25 കോടി രൂപ അദ്ദേഹം കൊടുക്കണം. സ്തോത്രം. എൻ്റെ സഭയിൽ ഇന്ന് വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം കൊടുക്കേണ്ടത് 1.25 കോടി. അദ്ദേഹം ഇതുപോലെ പലരും കോടികൾ വാങ്ങിച്ചത് കൊണ്ട് ആ ഹൈന്ദവനായിരുന്ന സഹോദരൻ ഇന്ന് ഞങ്ങളുടെ സഭയിൽ വന്ന് യേശുവിനെ നോക്കുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരാൾ 1.25 കോടി കൊടുക്കണമെങ്കിൽ എല്ലാവരും ചേർന്ന് എത്ര കോടി കൊടുക്കണമെന്നാണ് നിങ്ങളുടെ ചിന്ത? സ്തോത്രം. ഹല്ലേലൂയ. ആ ഏരിയയിലെ അനേക ക്ഷേത്രങ്ങളുടെ തലവനായിരുന്നയാളാണ്. ഇപ്പോൾ രാത്രി ഉറക്കമില്ല. സ്തോത്രം. അദ്ദേഹം വളർത്തിവിട്ട ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇയാൾ സമാധാനം പ്രാപിച്ചു. അദ്ദേഹം ഒരു ദിവസം അയാളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, സാർ, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞു. ആലയത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ദൈവപ്രവൃത്തിയെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ മാറ്റത്തെക്കുറിച്ചും ഒന്ന് സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് നാഗർകോയിൽ ഒരു കാര്യത്തിന് വേണ്ടി പോയി. ഒരു ടെലിഫോൺ വരുന്നു, പാസ്റ്റർ ഇന്ന സ്ഥലത്ത് ഇന്നയാൾ. നാട്ടുകാർക്കൊക്കെ അറിയാം. 9-ലധികം കാഷ്യൂനട്ട് ഫാക്ടറികൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ എന്തൊക്കെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ സ്തോത്രം, ഇപ്പൊ അദ്ദേഹത്തിന് ആലയത്തിൽ വന്ന് പാസ്റ്റർ കാണണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു 2 മണിക്ക് ഞാൻ വരും, അപ്പോൾ കാണാം. സ്തോത്രം. അദ്ദേഹം വന്നു, യേശുവിനെ കുറിച്ച് പറഞ്ഞു, മുട്ടുകുത്തി കരയാൻ തുടങ്ങി. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് മുതൽ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഏകദേശം 40-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് അദ്ദേഹം ഓഫീസിലേക്ക് വരുന്നതിന് മുൻപ് ആലയത്തിൽ വന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിരിക്കത്തുള്ളൂ. അന്ന് മുതൽ ഇതുവരെയും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ എന്തിനത് പറഞ്ഞു വന്ന് ചോദിച്ചാൽ, കോടികൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് മതിയായതല്ല. അയാൾ ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കണം. എന്നാണോ യേശുവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കിയോ അന്ന് മുതൽ അയാൾക്ക് രാത്രി ഉറക്കമുണ്ട്. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി അദ്ദേഹം, ഞാൻ ഒരു 11 മണി രാത്രിക്ക് വരുന്നത് വരെ ആലയത്തിൽ കാത്തിരുന്നു. എന്തിനാണെന്നറിയാം? രാവിലെ ഒരു പാർസൽ, രാത്രി ഒരു പാർസൽ, ഉച്ചയ്ക്ക് ഒരു പാർസൽ മരുന്ന്. ചോറ് പൊതിഞ്ഞ് വെച്ചിരിക്കുമ്പോൾ 3 പാർസലായിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിനാണെന്ന്. അത് ഇപ്പോൾ നിങ്ങൾ ആലയത്തിൽ പോയല്ലോ, നിങ്ങളുടെ പാസ്റ്ററുടെ കയ്യിൽ ഇത് കൊണ്ട് കാണിച്ച് പ്രാർത്ഥിച്ച്, അപ്പോൾ ഇതൊക്കെ ഇനി ഗുളിക കഴിക്കേണ്ടി വരത്തില്ലെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് 3 പാർസലും ഒരു ദിവസത്തേക്കുള്ളതിൻ്റെ കയ്യിൽ എടുത്ത് കാണിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ വന്നതാണ്. ഇന്ന് ഒരുത്തൻ രാത്രി ഉറങ്ങണമെങ്കിൽ രാവിലെ ഒരു പാർസൽ, ഉച്ചയ്ക്ക് ഒരു പാർസൽ, ഒരു ഗുളികയല്ല, ഒരു പാർസൽ. രാത്രി അത്രയ്ക്ക് കഴിച്ചാലും ഇന്ന് ഉറക്കം വരുന്നില്ല. ഹലോ, ഇന്ന് ഉറക്കം വരുന്നില്ല. സ്തോത്രം. എൻ്റെ ടീമിലെ തബലിസ്റ്റ് ഒരു സഹോദരനുണ്ട്. 6 വർഷം ശബരിമലയിൽ പോയി. ഒരു ദിവസം ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് തബല വായിക്കാൻ അതുവരെ വരുന്ന വ്യക്തി വരാത്തതിനാൽ അയച്ചു. ഇവനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരി, ഒരു ദിവസത്തേക്ക് കൊട്ടി പാടിയച്ച് പോകട്ടെന്ന് വിചാരിച്ചു. എന്നാൽ തുടർന്നും അവൻ വന്നു. ചില യോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ അവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവൻ പറഞ്ഞ സാക്ഷി ഇതാണ്: ലോകത്തിൽ ജീവിതം കയ്പായി,
ജീവിതമെന്ന് പറഞ്ഞാൽ അത് കൈപ്പാണെന്ന് അവൻ ഗ്രഹിച്ചു. എന്നിട്ട് ചാകുവാൻ വേണ്ടി തിരുവനന്തപുരത്തിൽ നിന്ന് അത് നാഗർകോയിലേക്ക് പോകുന്ന റെയിൽ പാളത്തിൽ തലവച്ച് മരിക്കുവാൻ കിടന്നു. ട്രെയിൻ അടുത്തു വന്നപ്പോൾ ഭയങ്കര മുഴക്കം. ഏതോ ഒരു നിലയിൽ അവൻ രക്ഷപ്പെട്ടു. സ്തോത്രം. അതിനുശേഷമാണ് യേശുവിൻ്റെ നാമം കേൾക്കാൻ വന്നത്. അവൻ പറഞ്ഞു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം ജീവിതം എന്തെന്ന് എനിക്ക് രുചിച്ചറിയുവാൻ കഴിയുന്നു. അതുവരെ ജീവിതം എന്തെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. മരണം മാത്രം ആഗ്രഹിച്ചു. സ്തോത്രം. ഒരു ദിവസം ഞാൻ എൻ്റെ സഭയിൽ ചോദിച്ചു, ആത്മഹത്യാ ശ്രമം കഴിഞ്ഞേച്ച് വന്നവരെത്ര പേരെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരംഭത്തിൽ വന്ന ഏക രക്ഷകൻ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ യേശുവിൽ വിശ്വസിക്ക. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, കൊല്ലം പട്ടണം രക്ഷപ്പെടണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കൊല്ലം പട്ടണത്തിലുള്ള ജനം രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് നിങ്ങൾ യേശുവിനെ വിളമ്പി കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവാകുന്ന ഏകവാതിലിനെ ചൂണ്ടിക്കാട്ടുവാൻ ജനം തയ്യാറായാൽ അതിൽ കൂടെ കടന്ന് സകലരും രക്ഷ പ്രാപിക്കും. സ്തോത്രം. രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന വിശേഷതകൾ എന്തെന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക എന്നത് പെന്തക്കോസ്തുകാരുടെ ഒരു പഴഞ്ചൻ പാട്ടായി മാറി. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ വരുന്ന ആ സവിശേഷതകൾ എന്തെന്ന് മനുഷ്യനൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരുവൻ രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സവിശേഷതകൾ, രക്ഷയുടെ സവിശേഷതകൾ. സ്തോത്രം. നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ആവശ്യം വരും, ഈ രക്ഷ ആവശ്യമെന്ന്. സ്തോത്രം. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏതൊന്ന് നിങ്ങൾക്കുണ്ടെങ്കിലും രക്ഷയ്ക്ക് തുല്യമാകയില്ല. ആമേൻ. നിന്റെ ജീവിതം ശൂന്യമായി പോകാതിരിക്കണമെങ്കിൽ ഈ രക്ഷ നീ പ്രാപിക്കണം. സ്തോത്രം. രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗം ക്രിസ്തു. അടുത്തിരിക്കുന്നവർക്ക് കൈ പിടിച്ചൊന്ന് കുലുക്കി പറയാം, രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം അത് ക്രിസ്തു. ഒന്ന് പറഞ്ഞു കൊടുത്തേട്ടെ. ഇത്രയും കാലം സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും അടുത്തിരിക്കുന്നവരോടൊന്ന് പറ. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഈ രക്ഷ എന്തിനാണ്? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവനിൽ വരുന്ന വിശേഷ അനുഭവങ്ങൾ. ഒന്നാമതായി, സ്തോത്രം, യെശയ്യാ പ്രവചനം 62 അധ്യായം 1 വാക്യം. ഞാൻ വളരെ ചുരുക്കമായി 1-2 വാക്കുകൾ വീതം പറഞ്ഞു പോകും, കാരണം സമയം അങ്ങനെയാണല്ലോ. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. രക്ഷ കത്തുന്ന വിളക്ക് പോലെയാണ്. കൈകളെ അടിച്ചെന്ന് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവൻ പ്രാപിച്ച രക്ഷ കത്തുന്ന വിളക്ക് പോലെയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൽ 2 ശക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന് പിശാച്. ഹല്ലേലൂയ. ഒന്ന് പിശാച്. അവന് കൊടുത്തിരിക്കുന്ന പേര് ഇരുൾ, അന്ധകാരത്തിന്റെ ലോകാധിപതി. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന് യേശു ക്രിസ്തു. യേശുവിന് കൊടുത്തിരിക്കുന്ന പേര് ലോകത്തിന്റെ വെളിച്ചം.
ഉദയ നക്ഷത്രം, നീതി സൂര്യൻ. കൈകളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാം. അതാണ് 1 പത്രോസ് 2:9 നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ആരാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ലോകം ഇരുളടഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നു എന്ന് നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിലും മൂലഭാഷയിൽ അതിന്റെ അർത്ഥം പാഴും ശൂന്യവുമായി തീർന്നു എന്ന്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഇനി പറയുവാൻ പോയാൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, യെഹെസ്കേൽ 28-ാം അധ്യായത്തിൽ ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ, നിന്നെ തീർത്ത നാളിൽ നീ ഏദേനിലായിരുന്നു. ആമേൻ. അപ്പോൾ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ദൂതന്മാർക്ക് പാർക്കുവാൻ മനോഹര തോട്ടം ദൈവം ഉണ്ടാക്കി. ഇവർ നിഗളിച്ച് പാപം ചെയ്തപ്പോൾ ഇവർക്ക് ഭൂമിയുടെ സന്തോഷവും ഈ പുഷ്ടിയും നഷ്ടപ്പെട്ടു, പാഴും ശൂന്യവുമായി തീർന്നു. എന്റെ ദൈവം അതിനെ റീഅറേഞ്ച് ചെയ്തു. അതിനു മുൻപേ ആമേൻ വെള്ളത്തിന്മീതെ പ്രൈസ് ദി ലോർഡ് ഇരുൾ വ്യാപിച്ചിരുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. എന്റെ ദൈവം പാഴും ശൂന്യവുമായി ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ മനുഷ്യന്റെ പാപത്താൽ പാഴും ശൂന്യവുമായി തീർന്നു പോകുന്നു. സ്തോത്രം. ഗ്ലോറി ടു ജീസസ്. സഹോദര, 70 വർഷം ജീവിച്ച് എന്നിട്ട് മരിച്ച് മണ്ണോട് മണ്ണ് ചേരാനല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നേക്കും ജീവിച്ചിരുന്ന് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ നിനക്ക് ബലഹീനത വന്നത്, നിനക്ക് മരണം വന്നത്, നീ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നതിനാലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ മനുഷ്യൻ ഇരുളിനടിമയായി. ആമേൻ. ശാപത്തിനടിമയായി. സ്തോത്രം. ഇരുൾ അവനെ ഭരിക്കുവാൻ തുടങ്ങി. അന്ധകാരത്തിന്റെ ലോകാധിപതി അവനെ ഭരിക്കുവാൻ തുടങ്ങി. സ്തോത്രം. എന്നാൽ ഇരുളിൽ ജീവിച്ച ജനം വെളിച്ചം കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇരുളടഞ്ഞ ജീവിതം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ ലോകത്തിന്റെ രക്ഷകനായി യേശു ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. ആമേൻ. ഉദയ നക്ഷത്രം കാലസമ്പൂർണതയിൽ ഉദിച്ചു. സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ തന്നെ നിങ്ങൾ വായിച്ചാൽ യഹോവയുടെ തേജസ് അവരുടെ മേൽ ഉദിച്ചു. ആമേൻ. ഇരുളടഞ്ഞ ജീവിതം ചെയ്തുകൊണ്ടിരിക്കുന്ന, അന്ധകാരത്തിന്റെ അടിമയായിരിക്കുന്ന, അന്ധകാരത്തിന്റെ ചങ്ങലയാൽ ബന്ധിതരായിരിക്കുന്ന മാനവജാതിയെ വെളിച്ചം കാണിക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായി ഇറങ്ങി വന്നവനാണ് യേശു ക്രിസ്തു. കൈകളെ അടിച്ചൊന്ന് ശക്തമായി പറ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പല അവതാരകർത്താക്കൾക്കും ജന്മസ്ഥലമില്ല, ജന്മനാളില്ല, ആമേൻ, ചരിത്രമില്ലാതെ കടങ്കഥകളായി ആമേൻ ഇന്ന് അവശേഷിച്ചിരിക്കുമ്പോൾ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അവിടുത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചത് കൊണ്ട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. സേതു സമുദ്ര പദ്ധതി, അവിടെ ഒരു പാലം ഉണ്ടെന്ന് ആമേൻ രാമൻ പണിത പാലം എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ നോക്കിയപ്പോ പാലമെല്ലാം മണൽത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതവരുടെ പദ്ധതിക്ക് തടസ്സമായപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാള് എവിടെ ജനിച്ചു, എവിടെ ജീവിച്ചിരുന്നു, ഏത് സ്കൂളിൽ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവിടെ നിലകൊള്ളുകയാണ്. തിരിച്ച് യേശുവിനെ കുറിച്ച് ചോദിക്കേ, എവിടെ പിറന്നു, ഏത് രാജാവിന്റെ കാലത്ത് പിറന്നു, എവിടെ വളർന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എവിടെ അവൻ ജീവനെ കൊടുത്തു, എപ്പോൾ ജീവനെ തിരികെ എടുത്തു. ഇപ്പോൾ ശവകുടീരത്തിനകത്തൊതുങ്ങി കഴിയുന്നുവോ,
അവിടെ ഇന്നും എഴുതി വച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കൈകളെ അടിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ഇത്ര വലിയ സ്തോത്ര രക്ഷയെ പകർന്ന ചരിത്ര പുരുഷനായ യേശു ക്രിസ്തു തീർന്നില്ല. കഴിഞ്ഞ മാസം 20 മുതൽ 26-ാം തീയതി വരെ 27-ാം തീയതി വരെ ഞാൻ മലേഷ്യയിലായിരുന്നു. 21-ാം തീയതി അവിടെ ഒരു തമിഴ് ഓസൈ എന്ന് പറയുന്ന തമിഴ് പത്രത്തിൽ, എവിടാ, മലേഷ്യയിൽ, യേശുക്രിസ്തുവിന്റെ വലത് കൈയിൽ ബിയർ, ഇടത് കൈയിൽ സിഗരറ്റ്. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോ വന്നു. ഹലോ, എന്നാ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ഈ ഫോട്ടോ വന്ന ഉടനെ ക്രിസ്ത്യാനികൾ പ്രതികരിച്ചില്ല. ആദ്യം പ്രതികരിച്ചത് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ. അവർ വിളിച്ചു പറഞ്ഞു, ഈശോ നബി അങ്ങനെയുള്ള ആളല്ല, യേശോ നബിയെ അവർ അവഹേളിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ എഴുന്നേറ്റത് അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ. അവർ വിളിച്ചു പറഞ്ഞു, യേശുനാഥർ അപ്പടിപ്പെട്ടവരല്ല. എല്ലാരും പറഞ്ഞ, യേശുനാഥർ അപ്പടിപ്പെട്ടവർ അല്ല. അതുകൊണ്ട് ഈ പത്ര ഓഫീസിനെ ഉടനെ പൂട്ടണം. മൂന്നാമത് എഴുന്നേറ്റത് അവിടുത്തെ ബുദ്ധമതക്കാർ. അവർ പറഞ്ഞു, യേശുനാഥർ അപ്പടിപ്പെട്ടവരല്ല. അവിടുത്തെ പ്രസിഡന്റ് പ്രസ്താവിച്ചു, യേശുനാഥരെ കുറിച്ച് ഇപ്പടി ചൊല്ലപ്പെട്ടിരിക്കുന്നത് എങ്ങളുടെ ഇരുദയത്തിற்கு എന്നാ പറയാൻ വരുന്നില്ല, എന്റെ ഹൃദയത്തിന് വളരെ ചൂടുണ്ടാക്കി. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവിടുത്തെ ക്രിസ്ത്യാനികളും കൂടെ കൂട്ടിയേർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എല്ലാവരും കൂടെ രംഗത്തിറങ്ങി, റോഡിലിറങ്ങി, പത്ര ഓഫീസ് പൂട്ടണം. ഇന്ത്യയിലെങ്കിൽ മതേതര രാജ്യമായി ഇന്ത്യയിൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ അവിടെ മുസ്ലിം നാട്ടിൽ 25-ാം തീയതി 21-ാം തീയതി പത്രവാർത്ത പുറത്തു വന്നു. 25-ാം തീയതി പത്ര ഓഫീസ് പൂട്ടി. ഒന്ന് കൈയടിച്ചാട്ടെ. വേറെ പലരെ കുറിച്ചും അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളതാണ്, എതിർക്കാൻ ആരും കാണത്തില്ല, കാരണം ഉള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില ഭൂതബാധിതർ നിലവിളിക്കാൻ തുടങ്ങും. പിശാച്, നിനക്ക് എന്ത് വേണം? അത് ചോദിക്കാം. എനിക്ക് ചാരായം വേണം, എനിക്ക് രക്തം വേണം. യേശു ചാരായവും രക്തവും കുടിക്കുന്നയാളല്ല. തന്റെ ജീവന്റെ രക്തം പാപികൾക്കായി ഊറ്റിത്തന്ന് ആമേൻ മരണത്തിന് അടിമകളായിരിക്കുന്നവരെ ജീവിപ്പിക്കുന്നവനാണ് യേശു. അതുകൊണ്ടാണ് അവൻ രക്ഷകൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു കാര്യം കൂടെ പറയാം. അതിനൊരു 4 ദിവസത്തേക്ക് മുൻപേ സിംഗപ്പൂരിൽ ഒരു 4 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ന്യൂസ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ നല്ല വാർത്തകളൊന്നും വരത്തില്ല. നല്ല വാർത്തകൾ വല്ലതും വേണമെങ്കിൽ അടുത്ത രാജ്യത്തിൽ പോയി വേണം ന്യൂസ് നോക്കാൻ. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവിടെ പുറത്ത് വിടത്തില്ല, എല്ലാം വിരോധികളാണ്. ഈ കോട്ട ഉടയാൻ പോകുന്നു. നിങ്ങളുടെ ഈ ആമേനിൽ ഉടഞ്ഞത് തന്നെ. ഓ, യേശുവിന്റെ നാമത്തിൽ പറ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെയും മഹത്വവും ആരൊക്കെ മതിൽ കെട്ടി അകത്ത് ഉളച്ചു വെച്ചാലും മതിലുകളെ പൊളിച്ചിട്ട് യേശുവിന്റെ നാമത്തിന്റെ ശക്തി രാജ്യാന്തരമായി, ഓ ദേശവ്യാപകമായി, പട്ടണം പട്ടണമായി, ഗ്രാമം ഗ്രാമങ്ങളായി ഉയരുവാൻ പോകുകയാണ്. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. Praise the Lord. സ്തോത്രം. സൗത്ത് ആഫ്രിക്കയിലുള്ള അഡ്വക്കേറ്റുമാർ ഒരു സംഘം ചേർന്ന് യേശുക്രിസ്തുവിനെ
തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞ ശേഷം അനീതിയായി ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് കേസ് ഫയൽ ചെയ്തു. നിങ്ങളത് ഞാൻ ടെലിവിഷൻ ന്യൂസിൽ കണ്ടതാണ്, വാർത്ത കേട്ടതാണ്. ആമേൻ. അപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞു, യേശു അന്നേ ക്ഷമിച്ചില്ലേ, പിന്നെ നമ്മൾ ഇനി എന്തിനാ നമ്മൾ ക്ഷമിക്കാത്തത്? അടുത്തൊരു വിഭാഗക്കാർ ചോദിച്ചെന്ന്, 2000 വർഷത്തേക്ക് മുമ്പ് നടന്ന സംഭവം ഇനി ആരോടാ കേസ് കൊടുക്കാൻ പോകുന്നേ? എന്തായാലും സൗത്ത് ആഫ്രിക്കയില് അവിടുത്തെ കോടതി കേസ് ഏറ്റെടുത്തു. കഴിഞ്ഞതിൻ്റെ മുൻപലത്തെ മാസം 20-ാം തീയതി കേസ് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്തോന്നറിയോ? അവർ പറഞ്ഞു, റോമ ഗവൺമെന്റ് അനീതിയായി യേശുവിനെ ക്രൂശ ശിക്ഷ വിധിച്ചത് കൊണ്ട് ഗവൺമെന്റിനെതിരായിട്ടാണ് ഇപ്പൊ കേസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ക്രൂശിച്ചില്ലെന്ന് പറയാനൊക്കോ? ഇനി അടുത്തൊരു വിഭാഗക്കാർ ചോദിക്കും, യേശു ദൈവമെങ്കിൽ പിടിച്ച് ക്രൂശിക്കാൻ പറ്റുമോ? പൊന്നു മോനെ, നിന്നെ കൊണ്ട് പറ്റത്തില്ല. പറ്റത്തില്ല. അടുത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവദാസന്മാരിൽ അഭിഷേകം വ്യാപരിക്കുമ്പോൾ പോലും ഒരുത്ത അടുത്ത് നിൽക്കത്തില്ല. അപ്പൊ രാജാവിന്റെ മുമ്പ് നിനക്ക് നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. യേശു പറഞ്ഞു, യേശുവിനെ പിടിക്കാൻ മറ്റവന്മാർ വന്നപ്പോൾ അടുത്ത് നിന്നൊരുത്തൻ എന്ത് ചെയ്തെന്നറിയോ? സ്തോത്രം. പത്രോസ് വാളെടുത്ത് കഴുത്തിന് വെട്ടിയത് കാതിനായിപ്പോയി. കാതറ്റു. യേശു പറഞ്ഞു, അല്പം ഒന്ന് വിട്ടേരെ. ആമേൻ. വാളെടുത്ത് പിടിക്കാൻ വന്നവനെ സൗഖ്യമാക്കി വിടുന്ന വേറൊരു രക്ഷകനുണ്ടോ? ഇവിടെ മോനെ, അവൻ യേശു ക്രിസ്തു വന്നത് നിന്നെ വെട്ടുവാനല്ല, നിന്റെ മുറിവ് കെട്ടുവാനാണ്. വാൾ ഉറയിലിടാൻ പറഞ്ഞിട്ട് യേശു പറഞ്ഞു, പത്രോസേ, നീ എനിക്ക് വേണ്ടി വാളെടുത്തിട്ട് കഥയൊന്നുമില്ല മോനെ. കാരണം ഇന്ന് പലരും ദൈവത്തിൻ്റെ പേരിലാണ് വാളെടുക്കുന്നത്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് വാളെടുക്കുന്നവന്മാരെ വാൾ ഉറയിലേക്ക് ഇട്ടോ. ദൈവത്തിന് ചങ്കൂറ്റ ഉണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് വാളെടുത്തോട്ടെ. ദൈവത്തിന് വേണ്ടി നീ മതത്തിന്റെ പേരിൽ വെട്ടിച്ചാകുന്നത് എന്തർത്ഥത്തിലാണ്? ഹലോ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആവശ്യമില്ലെന്നാ യേശു പറഞ്ഞു, വാൾ ഉറയിലിടാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോഴൊന്ന് അപേക്ഷിച്ചാൽ മതി. 12,72,000 ദൂതന്മാർ സെക്കൻഡിൽ വന്ന് നിൽക്കും. ഇനി ഇത്രയും പേര് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? അശൂർ പാളയത്തിൽ ഒറ്റ ദൂതൻ ഒരു രാത്രി മിനക്കെട്ടപ്പോൾ 1,85,000 ഭടന്മാരെ നിരത്തിക്കൊന്നു. എത്ര പേര് ഇവിടെ വേണം? പത്രോസിന്റെ വാളിനേക്കാളും വലിയ വാളുള്ളവനുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പക്ഷെ യേശു പറഞ്ഞു, പാപികളുടെ കയ്യിൽ ഞാനിതാ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. യേശു ഇനി ഒന്നുകൂടെ പറയാം. അന്തിക്രിസ്തു ഭൂമിയെ ഭരിക്കുമ്പോൾ യേശു തൻ്റെ വിശുദ്ധന്മാരുമായി ഒലിവ് മലയിൽ കാലുകുത്തുമ്പോൾ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് കടന്നുപോയ ഭടന്മാരെയും അന്തിക്രിസ്തുവിൻ്റെ സർവ്വ സൈന്യത്തെയും യേശു യുദ്ധം ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ? മൂക്കിലൂടെ വിടേണ്ട ശ്വാസം വായിലെ ശ്വാസം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ, ഹലോ, മണ്ണ് കൊണ്ട് മനുഷ്യരൂപം ഊതി മൂക്കിൽ ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ആത്മാവായി മാറി. ജീവനെ തന്നവനെ നിന്നെ കൊല്ലാനോ അത് മതി. വായിലെ ശ്വാസം ഒന്നാക്കിയപ്പോൾ സകല ഭടന്മാരുടെയും കണ്ണുകൾ തടത്തിൽ വെച്ച് തന്നെ അഴുകിപ്പോയി. സകല ഭടന്മാരുടെയും നാവ് തടത്തിൽ വെച്ച് തന്നെ അഴുകിപ്പോയി.
യേശു ക്രിസ്തു 1000 വർഷം ഭൂമിയെ ഭരിക്കുവാൻ രാജാവായി വരുമ്പോൾ ഒരു ദൂതൻ ആകാശത്തിൽ പറന്നുകൊണ്ട് പക്ഷികളെ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ അത്താഴത്തിന് കൂടി വരുവീൻ. ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കൊടുത്തിട്ടല്ല യേശു രാജ്യഭാരം ഏറ്റെടുക്കുന്നത്. യേശുവിന് വിരോധമായ യുദ്ധത്തിന് അന്തിക്രിസ്തു കൂട്ടിയ സകല ഭടന്മാരുടെയും മാംസത്തെ ദൈവം കൊടുക്കുന്ന അത്താഴം കഴിക്കാൻ യോഗ്യതയുള്ള ഒരുത്തരും അന്ന് ഭൂമിയിലില്ല. യോഗ്യത ഉള്ളവരൊക്കെ നേരത്തെ അങ്ങ് കർത്താവ് എടുത്തു. ഹലോ, അതുകൊണ്ട് പക്ഷികൾക്ക് ആഹാരം വിളമ്പിയിട്ടാണ് യേശു രാജ്യഭാരം എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ പിടിക്കാൻ വന്നവര് കൊല്ലാൻ വാളെടുക്കണോന്ന് വേണ്ട, ശ്വാസം മതി. പക്ഷെ യേശു തൻ്റെ ജീവനെ കൊടുക്കുവാൻ വന്നു. ആർക്കും എടുക്കാൻ പറ്റത്തില്ല യേശുവിന്റെ ജീവനെ. ആർക്കും, ഒരു പടയാളികൾക്കും, ഒരു ഗവൺമെന്റിനും, ഒരു രാജാക്കന്മാർക്കും യേശുവിന്റെ ജീവനെ എടുക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. യേശു ജീവനെ കൊടുക്കാൻ വന്നു. യേശു എന്താ പറഞ്ഞു? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. കൊടുക്കാനും തിരികെ എടുക്കാനും അധികാരമുള്ളവൻ യേശു മാത്രം. പ്രൈസ് ദി ലോർഡ്. ജീവനെ കൊടുക്കാനും ജീവനെ തിരികെ എടുക്കാനും അധികാരമുള്ളവൻ യേശു മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു തന്റെ ജീവനെ കൊടുത്തു, 3-ാം നാൾ തിരികെ എടുത്തു. തിരികെ എടുക്കാതിരിക്കാൻ തടയാൻ കാവൽപ്പടന്മാരെ കല്ലറയുടെ ചുറ്റും നിർത്തി. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര കല്ലറമേൽ ഉരുട്ടി വച്ച കല്ലിൽ പതിച്ചു. നാട്ടുകാരെ പേടിപ്പിച്ചു ഗവൺമെന്റ്, തുടരുത്. പ്രൈസ് ദി ലോർഡ്. ഗവൺമെന്റിന്റെ മുദ്രയൊക്കെ പൊട്ടിച്ചിട്ട് കാവൽ ഭടന്മാരെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ യേശു. കൈകളെ അടിച്ച് ശക്തിയായി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശുവിന് നന്ദി പറയാം, സ്തുതി പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യേശുവാണ് നമ്മുടെ രക്ഷകൻ. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ ക്രൂശിൽ യാഗമായി യേശു തന്നെ സമർപ്പിച്ചപ്പോൾ സൂര്യൻ കണ്ണടച്ചു. ആമേൻ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. ലോകത്തിന്റെ ഉദയനക്ഷത്രം നീതി സൂര്യനെ ക്രൂശിൽ തന്റെ ജീവനെ കൊടുത്തപ്പോൾ ലോകം, ആമേൻ, സൂര്യൻ കണ്ണടച്ചു. സ്തോത്രം. കാരണം സൂര്യനെ ഉണ്ടാക്കിയവൻ അവനാണ്. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇരുളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യവർഗത്തിന് നീതി സൂര്യനായ ക്രിസ്തു അവന്റെ മേൽ ഉദിക്കുമ്പോൾ അവൻ വെളിച്ചമയമായി മാറും, പ്രകാശമയനായി മാറും. ആമേൻ. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ ശക്തമായ ഒരു ദൂത് ഞാൻ പറയാം. ജനങ്ങൾ ഇരുളിൽ തപ്പുകയാണ്, ഇരുളിൽ അടിമകളായി കിടക്കുകയാണ്, പിശാച് അവരെ നശിപ്പിക്കുകയാണ്. ആമേൻ. ഇരുളിന്റെ അധിപതി ജനത്തെ കീഴടക്കി വച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ പട്ടണത്തിന് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ഒന്ന് കാട്ടിക്കൊടുക്കാമെങ്കിൽ ഇരുളടഞ്ഞ ജീവിതം ചെയ്യുന്ന മാനവജാതി മുഴുവനും വെളിച്ചം കാണും. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനേകർ വെളിച്ചം കാണട്ടെ, അനേകരുടെ ഇരുൾ മാറട്ടെ. ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ നീതി സൂര്യൻ അവന്റെ മേൽ ഉദിച്ചാൽ ഇരുളിൽ കിടക്കുന്ന മനുഷ്യന്റെ മേൽ അവൻ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ നീതി സൂര്യൻ അവന്റെ മേൽ ഉദിക്കും. അവന്റെ മേൽ ഉദിക്കുമ്പോൾ അവൻ വെളിച്ചം കാണും. അന്നവന്റെ ഇരുളടഞ്ഞ ജീവിതം പ്രകാശമയമായി മാറും. ഹല്ലേലൂയ.
വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോയത് കൊണ്ടാണ് മനുഷ്യൻ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞത്. ആമേൻ. ഇരുണ്ടതുകൊണ്ടാണ്. ഇരുണ്ടിരിക്കുന്ന ഹൃദയത്തിൽ നീതി സൂര്യന്റെ വെളിച്ചം ഉദിച്ചാൽ അവൻ ആമേൻ ഇരുളടഞ്ഞ ജീവിതം മാറി ലോകരക്ഷകരെ കാണും. സ്തോത്രം. അവൻ രക്ഷിക്കപ്പെടുമ്പോൾ, അവന്റെ മേൽ നീതി സൂര്യൻ ഉദിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രകാശം ഒരുവന്റെ മേൽ വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ രക്ഷ കത്തുന്ന വിളക്ക് പോലെ. യെശയ്യാ പ്രവചനത്തിൽ തന്നെ 1-2 വചനങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനത്തിൽ തന്നെ നിങ്ങൾ വായിച്ചാൽ 62-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, നീതി സൂര്യൻ അവന്റെ മേൽ ഉദിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും, ശ്രദ്ധിക്കൂ, രക്ഷ കത്തുന്ന വിളക്ക് പോലെ നിന്നിൽ ശോഭിക്കുമ്പോൾ, നിന്റെ ഇരുളടഞ്ഞ ജീവിതം പ്രകാശമയമാകുമ്പോൾ നിന്റെ അവസ്ഥ മാറും, നിന്റെ പേര് മാറും, നിന്റെ അനുഭവം മാറും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ശരിയായ മാറ്റം വരുന്നത് ഈ വെളിച്ചം അവനിൽ പ്രകാശിക്കുമ്പോഴാണ്, ഈ രക്ഷ അവനിൽ വെളിപ്പെടുമ്പോഴാണ്. ഇരുളിൽ തപ്പി നടക്കുന്നവരെ, ഇരുളടഞ്ഞ ജീവിതത്തിൽ വാഴുന്നവരെ, നിങ്ങളിൽ ക്രിസ്തു പ്രകാശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വെളിച്ചമയമായി മാറും, പ്രകാശമയമായി മാറും. മാറുമ്പോൾ ഇനി ശ്രദ്ധിച്ചോളുക, 4 പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകും. വായിക്കാം. ജാതികൾ നിന്റെ നീതിയെയും, അപ്പോൾ നിന്റെ നീതിയെ ജാതികൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മിൽ ചില നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ, പക്ഷെ അത് കാണാൻ ലോകത്തിന് കാട്ടാൻ കഴിയുന്നില്ല. കാരണം ഇരുട്ടറയിലാണ് ആ നല്ലതൊക്കെ. ഒരു ഇരുട്ട് മുറിക്കകത്ത് ലക്ഷക്കണക്കിന് രൂപ വിലമതിപ്പുള്ള കീബോർഡ്, അതുപോലെ നല്ല നല്ല ഇൻസ്ട്രുമെന്റ്സ് ഒരു മുറിക്കകത്ത് വെച്ചിരിക്കുന്നെന്ന് വെച്ചോ. ആ ഇരുട്ടറയ്ക്കകത്ത് പുതിയതായി ഒരു മനുഷ്യൻ വന്ന് നോക്കിയാൽ ശൂന്യത മാത്രം കാണും. ആമേൻ. പുതിയതായി ഒരു മനുഷ്യനായി ഇരുട്ടറയ്ക്കകത്ത് വന്ന് നോക്കിയാൽ അവൻ എന്തോ കാണും? ശൂന്യത. അതിനകത്തുള്ള വിലമതിപ്പുള്ള ഒന്നും കാണുകയില്ല. അതിനകത്തൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ അതിനകത്തുള്ളതിൻ്റെ വിലമതിപ്പുള്ള സാധനങ്ങളെ കാണാൻ കഴിയും. പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ അനേകം നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനെ പുറത്തു കാട്ടുവാൻ കഴിയാതെ ഇരുളിന്റെ അധിപതിയായ പിശാച് അവനെ ബന്ധിച്ച് ഇരുളടഞ്ഞ ജീവിതമാക്കി വെക്കുന്നു. ഈ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ തേജസ് ഉദിക്കുമ്പോൾ അവന്റെ നീതിയെ സകല ജാതികളും കാണും. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത് പ്രൈസ് ദി ലോർഡ്. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. രാജാക്കന്മാർ നിന്റെ മഹത്വത്തെ കാണും. അടുത്ത് വായിച്ചുവിട്ടാണ്. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്കൊരു പുതിയ പേർ വരും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമാകും. അടുത്ത് ഇനി നിന്നെ അസൂബ എന്ന് വിളിക്കയില്ല, എന്ന് വിളിക്കത്തില്ല. നിന്റെ ദേശത്തെ ശൂന്യം എന്ന് എന്ന് പറയത്തില്ല. നിനക്ക് ഹെപ്സിബ എന്നും നിനക്ക് ഹെപ്സിബ, നിന്റെ ദേശത്തിന് ബെയൂല എന്ന് പേരും നിന്റെ ദേശത്തിന് ബെയൂല, വിവാഗസ്ത എന്ന പേരും ആകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇത് വിശദീകരിക്കണമെങ്കിൽ 1 മണിക്കൂർ വേണം. ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. ദൈവത്തിന്റെ തേജസ് ഒരുവന്റെ മേൽ ഉദിച്ചു കഴിഞ്ഞാൽ, ഒരുവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവന്റെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രകാശം വെളിപ്പെട്ടു കഴിഞ്ഞാൽ സകല ജാതികളും നിന്റെ നീതിയെ കാണും. രാജാക്കന്മാർ നിന്റെ മഹത്വത്തെ കാണും. ഹല്ലേലൂയ. ആമേൻ. നീ സ്തോത്രം. രാജാവിന്റെ ദൈവത്തിന്റെ കയ്യിൽ ഭംഗിയുള്ള കിരീടമാകും എന്ന് പറഞ്ഞാൽ ആമേൻ, നിന്റെ പേര് മാറും. ത്യജിക്കപ്പെട്ടവൻ, ആർക്കും വേണ്ടാത്തവനെന്ന് ഒതുക്കപ്പെട്ട നിന്റെ ജീവിതം ഹെപ്സിബായിട്ട് മാറും. ഇഷ്ടയായി മാറും. ഹലോ,
ഹലോ, യേശു ക്രിസ്തു ഒരുവനിൽ വരുന്നതിന് മുൻപേ മദ്യത്തിനും മയക്കുമരുന്നിനും കുടുംബത്തിന് തലവേദനയായി, നാട്ടിന് കൊള്ളക്കാരനായി, ഗവൺമെന്റിന് കൊള്ളരുതാത്തവനായി അലഞ്ഞു കിടക്കുന്ന മനുഷ്യ, നിന്നിൽ ഈ യേശുവിന്റെ പ്രകാശം വന്നാൽ നിന്റെ നീതി വെളിപ്പെടും. നീ രാജപടിയാകും, നിന്റെ പേര് മാറും, എല്ലാവരാലും ഒതുക്കപ്പെട്ട നിന്റെ ജീവിതം അംഗീകാരയോഗ്യമായി മാറും. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. എന്റെ സഭയിൽ കൂലിത്തല്ലുകാരും ഈ കരാട്ട, കളരിപ്പയറ്റ് ഇതിന്റെ മാസ്റ്റർമാരും ഈ കള്ള്, കഞ്ചാവ് ഇതൊക്കെ ഈ രഹസ്യമായി വിൽക്കുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ട ഒത്തിരി പേരുണ്ട്. ഹലോ, സ്തോത്രം. ഇപ്പോൾ വലിയ രസം പലപ്പോഴും നടക്കും. ഒരു വീരൻ എന്ന് പറഞ്ഞാൽ ഒരു തല്ലുകാരൻ, ഒരു ശത്രുവിന്റെ ലീഡർ, കൂലിത്തല്ലുകാരന്റെ ലീഡർ ഒരുത്തൻ ചർച്ചിനകത്ത് വരുമ്പോൾ വന്നിങ്ങനെ നോക്കുമ്പോൾ ഭയപ്പെട്ടു പോകും. കാരണം അവന്റെ പഴയ വിരോധി ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ മാറുന്നു. കാരണം പണ്ടിവർ തമ്മിൽ കണ്ടാൽ തമ്മിൽ തലവെട്ടും. പക്ഷെ ഇന്ന് തലവെട്ടുകാരല്ല, ഇന്ന് സ്നേഹിക്കുന്നവരാണ്. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഓ ഹല്ലേലൂയ. എൻ്റെ ടീമിൽ പാടുന്ന ഒരു സഹോദരനുണ്ട്. എൻ്റെ അടുക്കൽ ആദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് വെറും 40 കോടതി കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം CSI സഭയിൽ കൊയർ മാസ്റ്റർ ആയിരുന്നപ്പോൾ, സ്തോത്രം, തൻ്റെ ബെൽറ്റിനിടയിൽ ഇടുപ്പിൽ നാടൻ ബോംബുകൾ ഫിറ്റ് ചെയ്തിരിക്കും, ചുരുട്ടുവാള് വെച്ചിരിക്കും. കാരണം ജീവൻ ആപത്ത് എപ്പോൾ വരുന്നെന്നവൻ അറിയത്തില്ല. സ്തോത്രം. ഹലോ, യവന്റെയൊക്കെ ജീവിതം ഇന്ന് സൗരഭ്യവാസനയായി മാറിയത് യേശുവിന്റെ വെളിച്ചം അവരിൽ വന്നതുകൊണ്ടാണ്. ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, യേശു എന്ന ഏക രക്ഷകൻ ഒരുവന്റെ അടുക്കലേക്ക് വന്നാൽ, രക്ഷയുടെ വാതിലിലൂടെ ഒരുവൻ പ്രവേശിച്ചാൽ, അവൻ വീട്ടിന് നല്ലവനാകും, നാട്ടിന് നല്ലവനാകും, രാജ്യത്തിന് നല്ല പുത്രനാകും. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. തട്ടിപ്പും വെട്ടിപ്പും കള്ളക്കടത്തും കൊള്ളിവയ്പും ഒക്കെ മാറി ജീവിതം അനുഗ്രഹമായി, ജീവിത അനുഗ്രഹ സമ്പൂർണമായി അവര് പട്ടണത്തിലുള്ള ജനം മാറണമെങ്കിൽ, സ്തോത്രം, കൊല്ലം പട്ടണമേ യേശു എന്ന രക്ഷകനെ രക്ഷയുടെ വാതിലൂടെ ഉൾപ്രവേശിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈകളെ ഉയർത്തി നന്നാ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആദ്യത്തെ അസിസ്റ്റന്റ് മാസ്റ്റർ ആരെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഒരു കരാട്ട ബ്ലാക്ക് ബെൽറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അവനറിയാമല്ലോ, നാട്ടുകാർക്ക് അവൻ പേടി സ്വപ്നമാണ്. ഇവൻ രക്ഷിക്കപ്പെട്ടു, ചർച്ചിൽ വന്നു. ഒരു ദിവസം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മറ്റേ പയ്യൻ, അവൻ്റെ പേര് രവി എന്നാണ്, RC സഭയിലേക്ക് പോകുകയാണ്. നമ്മൾ വാ. അവൻ അടികൊള്ളാൻ പേടിച്ച് കൂടെ വന്നു. യവനെ കൊണ്ടുവന്നത്, വാസ്തവത്തിൽ അവൻ്റെ സാക്ഷി ഇതാണ്, യവൻ തല്ലുമെന്ന് പേടിച്ചാണ് മറുവാക്ക് പറയാതെ കൂടെ വന്നു. അന്ന് ഞങ്ങളുടെ സഭ ഒരു ഓല ഷെഡാണ്. ഇതിനകത്ത് വന്നു. അന്ന് ദൈവം അവനെ സന്ദർശിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് നല്ലൊരു സുവിശേഷകനാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നരഭോജികളെ നരസ്നേഹിയാക്കുന്ന ക്രിസ്തുവാണ് ലോകരക്ഷകൻ. ഏത് ദുഷ്ടനെയും നല്ലവനാക്കുന്ന യേശുവാണ് ലോകരക്ഷകൻ. ഏതൊരു ദുഷ്പ്രവർത്തിക്കാരനെയും സൽപ്രവർത്തിയുള്ളവനാക്കി മാറ്റുന്നവരാണ് യേശു എന്ന ഏകരക്ഷകൻ. ഗവൺമെന്റിലെ ഏത് കൈക്കൂലി കള്ളനെയും നല്ലവനാക്കി മാറ്റുന്നതാണ് യേശു. ഹലോ, മാനസാന്തരപ്പെട്ട പെന്തിക്കോസ്തുകാർ ആരെങ്കിലും നിനക്ക് നല്ല പൊസിഷൻ ഉണ്ട്, കൈക്കൂലി വാങ്ങുമെങ്കിൽ സൂക്ഷിച്ചോ, നിന്റെ കയ്യെ സൂക്ഷിച്ചോ. സ്തോത്രം, സൂക്ഷിച്ചോ. നേഴ്സസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഗവൺമെന്റ് ആശുപത്രിയിൽ 10 രൂപ കൈക്കൂലി കൊടുക്കാതിരുന്നാൽ കാളയെ കുത്തും പോലെയാണ് പാവപ്പെട്ട രോഗികളെ ഇഞ്ചക്ഷൻ വയ്ക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പ്രൊഫസേഴ്സ് ആയിരുന്നവരും ഡോക്ടർമാരായിരുന്നവരും ചിലർ എൻ്റെ സഭയിൽ ഇപ്പോൾ ഉണ്ട്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഒരു 10,000 പേർക്ക് ഞാൻ യൂട്രസ് ക്യാൻസർ അല്ലെങ്കിൽ യൂട്രസിലെ മുഴകൾ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് വന്നു, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പണ്ടത്തുനിന്ന് എൻ്റെ സഭയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് വലിയ ടെൻഷൻ അല്ലേ? അതെ, ടെൻഷൻ. സ്തോത്രം. പണ്ട് ഒത്തിരി പേർക്ക് നിങ്ങൾ ഈ ജോലി ചെയ്തപ്പോൾ അവർക്ക് ഇതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ടെൻഷൻ. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ചാകാൻ കിടന്നാൽ ചത്തു എന്ന് പറഞ്ഞ് വേഗം ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വീട്ടിൽ ചെന്ന് കാണാതിരുന്നാൽ മനസ്സിലായില്ലേ? മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ലയോ? ഗവൺമെന്റ് ഡോക്ടേഴ്സിന് സ്പെഷ്യലായിട്ട് വീട്ടിൽ ചെന്ന് കാണാതിരുന്നാൽ അവർ ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ലെന്ന്. നേരെ വീട്ടിൽ ചെന്ന് എന്തിനാ കാണുന്നേ? രാവിലെ കാഴ്ച കാണാൻ വേണ്ടി പോയി നിന്ന് കൊടുക്കണമെന്നോ? അല്ല, കൈക്കൂലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായി മാറിക്കഴിഞ്ഞാൽ നാട്ടിലെ കൈക്കൂലി നിൽക്കും. ഓ ഹല്ലേലൂയ. കൊള്ളകളും കൊള്ളിവയ്പ്പുകളും നിൽക്കും. നിന്റെ ജീവിതം ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നതായി മാറും. ആരും അംഗീകരിക്കാതെ ഒതുക്കിത്തള്ളിയ നിന്റെ ജീവിതം അംഗീകൃതമായി മാറും. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഓ ഹല്ലേലൂയ. അങ്ങനെ ഒരു പട്ടണം, ഒരു കുടുംബം അംഗീകൃതമാകുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, നല്ലവരായി മാറുവാൻ, രക്ഷ പ്രാപിപ്പാൻ, അവരുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതം പ്രകാശമയമാകും. തെറ്റിനെ തെറ്റായി കാണാൻ കഴിയാത്ത ആമേൻ ഇരുളടഞ്ഞ ജീവിതം, തെറ്റിനെ തെറ്റെന്ന് ശരിയെ ശരിയെന്നും ഗ്രഹിക്കാൻ അവർക്ക് കഴിയും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതം ഇരുളടഞ്ഞു നിൽക്കുന്നു എങ്കിൽ, അലങ്കോലമായി നിൽക്കുന്നു എങ്കിൽ, ജീവിതത്തിൽ തകർച്ച, എന്റെ ജീവിതം ഒതുക്കപ്പെട്ടിരിക്കുന്നു, ആർക്കും വേണ്ടാതെ ആയിരിക്കുന്നു എന്ന് പിശാച് നിന്നെ കൊള്ളയടിച്ച് നിന്നെ തകർത്ത് ഒതുക്കി തള്ളിയിരിക്കുന്നു എങ്കിൽ, ഇതാ നിനക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗമുണ്ട്. യേശു ക്രിസ്തു എന്ന ഏകവാതിൽ യേശുവിൽ കൂടെ ഉൾപ്രവേശിച്ചാൽ നീ രക്ഷപ്പെടും. നിന്റെ ഇരുളടഞ്ഞ ജീവിതം പ്രകാശമയമായി മാറും. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഈ പട്ടണത്തിലെ ഇരുളടഞ്ഞ ജീവിതത്തിൽ തപ്പി തടയുന്ന, കരയുന്ന, ശരിയായ പാത ഏതെന്നറിയാതെ അലയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ രക്ഷകൻ കടന്നു വന്നാൽ നിങ്ങളുടെ പാത നിങ്ങൾ ഗ്രഹിക്കും, നിങ്ങൾ രക്ഷ പ്രാപിക്കും. ആമേൻ. അതിനാണ് ഈ യോഗം, അതിനാണ് വിശ്വാസികൾ, അതാണ് വിശ്വാസികളുടെ ചുമതല. ഇനി ഓരോ വാക്ക് പറഞ്ഞ് തീർക്കാം. രണ്ടാമത് എഫെസ്യർ 6:19 പറയുന്നു, രക്ഷ ശിരസ്ത്രം പോലെ. പ്രൈസ് ദി ലോർഡ്. ഹെൽമറ്റ്. ഇപ്പോൾ ഗവൺമെന്റ് നിയമം ശക്തമാക്കിയിട്ടുണ്ട്. പഴയ കാറിൽ പോയാൽ സീറ്റ് ബെൽറ്റ് ഇടണ്ട. പുതിയ കാറിൽ പോയാൽ അതിന് ബ്രേക്ക് ഉണ്ടല്ലോ, കൺട്രോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തിടണം? കാശിന് വേണ്ടിയുള്ള പരിപാടി. ഹലോ, പുതിയ കാറ് കൺട്രോൾ ഉള്ളതാണ്. അതിൽ പോയാൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേലും കുഴപ്പമില്ല, പഴയ കാറിൽ ഇടണം. ഹലോ, ഹലോ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സീറ്റ് ബെൽറ്റ് കർശനമാക്കുമ്പോൾ എൻ്റെ കാറിൽ വന്നുകൊണ്ടിരുന്നു. പോലീസുകാർ കൈ നിറച്ചു. ഞാനിരുന്ന് ഉറങ്ങയായിരുന്നു ബാക്ക് സീറ്റിൽ. പെട്ടെന്ന് എഴുന്നേറ്റ്, ഒന്ന് വാ, ഇതാ പോലീസ് പറഞ്ഞു സീറ്റ് ബെൽറ്റ്. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ SI കാണണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി, സാർ എന്തിനാണ് നിർത്തിയത് വണ്ടി? അത് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, കർശനമാക്കി. ഞാൻ അവരുടെ വണ്ടിയിലൊന്ന് നോക്കി. SI അപ്പുറത്തിരിക്കുന്നു, ഇപ്പുറത്ത് നോക്കി. സാറേ, ഈ വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് എവിടെ? നിയമപാലകന്മാരെ, നിങ്ങളുടെ വണ്ടിയിൽ ആദ്യം സീറ്റ് ബെൽറ്റ് ഇട്, പിന്നീട് അടുത്തവനെ പിടി. അതല്ലേ നീതി? നിന്റെ മന്ത്രിയോട് എന്ന് പറ.
ജനങ്ങളെ വെറും മഠയന്മാരാക്കുന്ന ഒരു പരിപാടിയല്ലേ ഇത്? ഹലോ, ഞാൻ പറയുന്നത് ശരിയാ തെറ്റോ? അപ്പോൾ ഈ പാവപ്പെട്ട പോലീസുകാരെങ്ങനെ ഇടിച്ച് ചാകട്ടെ, അവർ ജീവിക്കാൻ വേണ്ടിയാണ് പോലീസായത്. എൻ്റെ സഭയിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരോട് ഞാൻ പറയുന്നതാ, പ്രൈസ് ദി ലോർഡ്. ഹലോ, അവർ ജീവിക്കാൻ വേണ്ടിയാ. അവർ പറയുന്ന പാസ്റ്റർ പോലീസായി പോയല്ലോ എന്നാ, പോലീസായി പോയല്ലോ എന്നാ. സ്തോത്രം. ഒരു സഹോദരൻ പറഞ്ഞ് ഡെയിലി പ്രാർത്ഥിക്കും, പാസ്റ്റർ എനിക്ക് പോലീസ് ആയിരുന്നാൽ എനിക്ക് വന്ന് ചർച്ചിലെ കാര്യം ചെയ്യാനൊക്കത്തില്ല, വേറെ ജോലി. അദ്ദേഹത്തിന് പോയി സിവിലിൽ വേറൊരു ജോലി കിട്ടി, അണ്ട് അയാൾ രക്ഷപ്പെട്ടു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവരുടെ വണ്ടിക്കകത്ത് പോലെ എന്തില്ല. ശരി, നല്ല കാര്യം. സീറ്റ് ബെൽറ്റ് ഇടണം, ഹെൽമെറ്റ് എല്ലാവരും വയ്ക്കണം. അവർ നിയമം കൊണ്ട് വന്നില്ലേലും അത് ചെയ്യണം. ഇപ്പോൾ നല്ല വണ്ടികൾക്കായി ദൈവത്തിന് സ്തോത്രം. എന്താ നിങ്ങൾ സ്തോത്രം പറയാത്തെ? സ്തോത്രം. എങ്കിൽ ഈ നീതിയാണ് ഞാൻ പറയുന്നത്. അവരുടെ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല. നിയമപാലകന്മാർ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത വണ്ടി പോയിട്ട് സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് ഫൈൻ, ഫൈൻ. ഈ മന്ത്രിമാർ ആദ്യം ഈ പാവപ്പെട്ടവർക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് നല്ല വണ്ടി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ ഇതിലെ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടാണോ ഓടുന്നതെന്ന് നാട്ടുകാർ നോക്കണം. എനിക്കെല്ലാം ഓക്കെ, എല്ലാ റെക്കോർഡ്സും കറക്റ്റ് ആയിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് എവിടെയും പറയാൻ ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ത്യയിലെ പൗരനാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ആളും കൂടെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശരി, അതുപോലെ ഹെൽമെറ്റ് ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മെ പോലുള്ളവർ പറഞ്ഞാൽ ചിലർക്ക് ബുദ്ധി തെളിയും. നമുക്ക് അവിടെ പ്രസംഗിക്കാൻ ഒക്കത്തില്ലല്ലോ, സ്റ്റേജ് കെട്ടി പാർട്ടിയുടെ പേരിൽ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ത്യ നീതിയായി ഭരിക്കപ്പെടണം. ഹലോ, ആമേൻ. അടുത്ത സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇയാൾ ഇപ്പം ജയിച്ചില്ലെങ്കിൽ ഇയാളുടെ വീട് ജപ്തി ചെയ്യും. കഴിഞ്ഞ MLA ഇലക്ഷനിൽ അയാൾ ജയിച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും. പാവം, എല്ലാവരും കൂടെ ജയിപ്പിച്ചു. ഇപ്പം നല്ല സമ്പാദ്യമുണ്ട്. സ്തോത്രം. അത്രയ്ക്ക് ഒരുപാട് ശമ്പളമാണ് MLAക്ക് കിട്ടുന്ന ശമ്പളം. ഹലോ, ബുദ്ധിയുണ്ടല്ലോ അല്ലേ മനസ്സിലാക്കാൻ? ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ. ഇത് തന്നെയാണ് ലോകത്തിൻ്റെ ഭരണം. ഈ അനീതിയോ അക്രമവും ഒക്കെ മാറണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വെളിച്ചമുദിക്കണം, ജീവിതത്തിൽ വെളിച്ചമുദിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ആമേൻ. രണ്ടാമത് ഹെൽമെറ്റ് പോലെയാണ് എന്ന് പറഞ്ഞ ശിരസ്ത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണത്തിൽ ഞാൻ തീർക്കാം. ഒരു കൈയില്ലാത്തവർ റോഡേ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒറ്റ കൈയില്ലാത്തവരെ കണ്ടിട്ടുണ്ടോ? ഒരു കാലില്ലാത്തവർ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? രണ്ട് കാലുമില്ലാത്തവർ ജീവിച്ചിരുന്നത് കണ്ടിട്ടുണ്ടോ? തലയില്ലാത്തവർ അതിലെ വഴിയെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു കൈയില്ലെങ്കിലും ജീവിക്കാം, തലയില്ലെങ്കിൽ. അപ്പോ ജീവന്റെ സംരക്ഷണമാണ് ശിരസ്ത്രം. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവിടെ 2 വീലറിൽ പോകുന്നവർ ഗവൺമെന്റ് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഹെൽമെറ്റ് വെച്ച് തന്നെ പോകാം. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്ക് സ്വീകരിക്കുന്നവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേദപുസ്തക പ്രമാണ പ്രകാരം എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഉപദേശമല്ല, ശ്രദ്ധിക്കൂ. അപ്പോൾ ശിരസ്ത്രം, ജീവന്റെ സംരക്ഷണം. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ, നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യജീവൻ നിനക്ക് ഇല്ല, നിത്യ മരണമേ നിനക്കുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ രക്ഷയുടെ സവിശേഷത ഒന്ന്, ഇരുളടഞ്ഞ ജീവിതം പ്രകാശമയമായി മാറും. ത്യജിക്കപ്പെട്ട നീ അംഗീകൃതനാകും. ഹല്ലേലൂയ. പാഴായും ശൂന്യമായ നിന്റെ ജീവിതവും നിന്റെ കുടുംബവും അനുഗ്രഹമായി മാറും. ഓ, കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹമായി മാറും. രണ്ടാമത്, നിത്യജീവൻ നിനക്ക് ലഭിക്കും നീ രക്ഷിക്കപ്പെട്ടാൽ. ഹല്ലേലൂയ. രക്ഷയുടെ രണ്ടാമത്തെ സവിശേഷത, നിനക്ക് നിത്യജീവൻ കിട്ടും. മൂന്നാമത്തെ കാര്യം, രക്ഷ ഒരു പരിചയത്രേ. 2 ശമൂവേൽ 22:36 പ്രൈസ് ദി ലോർഡ്. രക്ഷ ഒരു പരിചയത്രേ. പരിചയം എന്ന് പറഞ്ഞാൽ ശത്രു ഇങ്ങോട്ട് എയ്തു വിടുന്ന അസ്ത്രങ്ങളെ തടുക്കുവാൻ ഉപയോഗിക്കുന്നതാണ് പരിചയം. ആമേൻ. കൈകളെ ഉയർത്തി ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ. സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ, ചുരുക്കമായി പറഞ്ഞു പോകട്ടെ. നിന്റെ ജീവിതത്തിന്റെ തകർത്ത് കളയാൻ, നിന്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ, നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ നമ്മുടെ വിരോധിയായ ശത്രു എല്ലാ നാളുകളിലും അഗ്നി അസ്ത്രങ്ങൾ നിനക്കെതിരെ അയക്കുമ്പോൾ ആമേൻ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ കയ്യിൽ തടുത്തു നിൽക്കേണ്ട പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ ശത്രു ഇങ്ങോട്ട് അഗ്നിയസ്ത്രം അയച്ചാൽ നമുക്ക് രക്ഷിക്കപ്പെട്ടവരുടെ കയ്യിൽ പരിചയമുണ്ട് തടുക്കാൻ. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് അയച്ചു നോക്കാം, അവന്റെ കയ്യിൽ പരിചയമില്ല. ഹലോ, അവന്റെ കയ്യിൽ എന്തില്ല? നീ അവന്റെ നെഞ്ചത്തോട്ടൊന്ന് അയച്ചാൽ നെഞ്ചിൽ പാഞ്ഞെത്തും, അവൻ വീഴും. അതാണ് അതേ വചനത്തിൽ പറയുന്നു, നീ ശത്രുക്കളെ മുടിച്ചു കളയും. Glory to Jesus. നിന്റെ കുടുംബത്തെ തകർത്ത്, നിന്റെ ജീവിതത്തെ തകർത്ത്, നിന്റെ തലമുറയെ തകർത്ത്, നിന്റെ ബിസിനസിനെ തകർത്ത്, നിന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു അഗ്നി അസ്ത്രങ്ങൾ അയക്കുമ്പോൾ നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെങ്കിൽ അത് നിന്റെ നെഞ്ചത്ത് പതിക്കയില്ല. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ശത്രു അയക്കുന്ന അഗ്നി അസ്ത്രങ്ങൾ തടുക്കുവാൻ നിനക്ക് രക്ഷ ഒരു പരിചയമായി നിൽക്കും. കൈകളെ അടിച്ച് അതിനായി ദൈവത്തെ സ്തുതിക്ക. നിന്നെ തകർക്കുവാൻ പിശാചിന് കഴിയുകയില്ല, നിന്നെ നശിപ്പിക്കാൻ പിശാചിന് കഴിയുകയില്ല, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പിശാചിന് കഴിയുകയില്ല. കാരണം രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ശത്രുവിനെ ജയിക്കുവാൻ പരിചയമുള്ളവരാണ്. അടുത്ത കാര്യം, 2 ദിനവൃത്താന്തം 6:41, സങ്കീർത്തനം 132:16 ഈ വചനങ്ങൾ വായിക്കുമ്പോൾ രക്ഷ വിശേഷ വസ്ത്രം പോലെയാണ്. Praise the Lord. Hallelujah. യെശയ്യാപ്രവചനം 61:10, സങ്കീർത്തനം 149:4 ഈ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം, ഉത്സവ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, നീതിയുടെ അങ്കി. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ രക്ഷിക്കപ്പെടുമ്പോൾ നീ അലങ്കാര വസ്ത്രം ധരിച്ചവനായി തീരുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒറ്റ വാക്കിൽ മാത്രം ആൻസർ പറയട്ടെ. ജീവിതം പാപത്താൽ നിറഞ്ഞ് പിശാചിനാൽ തകർക്കപ്പെട്ട് അലങ്കോലമാക്കപ്പെട്ട ജീവിതത്തെ അലങ്കാരമാക്കി മാറ്റുന്നതാണ് രക്ഷ. ഒന്ന് ദൈവത്തെ സ്തുതിച്ചൂടെ? എത്രയോ പേർ കള്ള് കുടിച്ച് അതേ റോഡിന്റെ തെരുവിൽ കിടന്ന് നല്ല വസ്ത്രം ധരിക്കാതെ കുടുംബത്തെ തകർത്ത്, ഭാര്യ ഭർത്താവ് പിണങ്ങി, ആമൻ ജീവിതം തകർന്ന്, മക്കൾ തകർന്ന് അലങ്കോലമായ ജീവിതം അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഈ യേശുവിൽ കൂടെ അവർ രക്ഷ പ്രാപിച്ചാൽ അവരുടെ ജീവിതം അലങ്കാരമാകും. ഹലോ, അലങ്കാരമാകും. തകർച്ച മാറും, സന്തോഷം നിറയും, വീടൊരു കൊട്ടി സ്വർഗം പോലെയാകും. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. മദ്യപിച്ച് ഭാര്യയെ തല്ലുന്നവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് വലിയ സ്നേഹത്തിലാകും. ആമേൻ. അപ്പനും മദ്യപാനിയെ അപ്പനെ കാണുമ്പോൾ ഒളിച്ചോടുന്ന മക്കളുള്ള കുടുംബങ്ങൾ ഇവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അപ്പനും മക്കളും അമ്മയും ആമേൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഭാഗ്യപുരുഷനായി അപ്പനിരിക്കും. വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായി അമ്മയിരിക്കും. മേശയ്ക്ക് ചുറ്റും ആമേൻ ഒലിവ് തൈകൾ പോലെ മക്കളിരിക്കും. ആ വീട് അലങ്കോലമായ വീടല്ല, അലങ്കാരമുള്ള വീട്. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഈ യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്ക. ഈ കുടുംബത്തിൽ, ഈ ദേശത്തിൽ, ആമേൻ സ്തോത്രം, ഈ കൊല്ലം പട്ടണത്തിൽ സകല ജനവും ഈ രക്ഷ നേടട്ടെ. എങ്കിൽ ഈ ദേശം, പാസ്റ്റർ സിറിൽ പറഞ്ഞു, 5 വർഷം കഴിയുമ്പോൾ കൊല്ലം പട്ടണത്തിന്റെ മുഖച്ഛായ മാറുമെന്ന്. ഒരേ ഒരു വഴിയേ ഉള്ളൂ മുഖച്ഛായ മാറാൻ, രക്ഷിക്കപ്പെടണം. അപ്പോഴാണ് ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം ദേശത്തിലെ ജനത്തിൽ വരുന്നത്. അതിന് ഇവിടെ ഇരിക്കുന്ന പ്രസംഗം കേട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു ജോലിയുണ്ട്. രക്ഷകനെ പട്ടണത്തിന് വിളമ്പി കൊടുക്കണം. ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ചില ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരോട് രക്ഷയുടെ ദൂതാണ് പ്രസ്താവിക്കുന്നത്. രക്ഷയുടെ ദൂത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ പട്ടണത്തിന് വേണ്ടി. ആമേൻ. ഏഴകളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് കാശ് മാത്രം കൊടുത്താൽ സഹായമാകത്തില്ല, യേശുവിനെ കൊടുത്താൽ സഹായമാകും. ഹല്ലേലൂയ. അടുത്ത് 6-ാമതായി സ്തോത്രം, യെശയ്യാപ്രവചനം 60:18-26-1 രക്ഷ ഒരു മതിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷ ഒരു മതിലാണ്. മതിൽ സംരക്ഷണത്തിന് വേണ്ടി കെട്ടപ്പെടുന്നതാണ്.
നിന്റെ ജീവിതം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. ഒരു അന്യായമായ കാര്യവും നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു ദുഷ്ടശക്തിയും പ്രവേശിക്കുകയില്ല. ഒരു സാത്താന്യ ശക്തിയും പ്രവേശിക്കുകയില്ല. മന്ത്രവാദം, ആഭിചാരം, പക, ക്ഷുദ്രം, ഇതൊന്നും ബാധിക്കുകയില്ല. കാട്ടുമൃഗങ്ങൾ നിന്റെ വീട്ടിൽ കയറുകയില്ല. കള്ളന്മാർ പ്രവേശിക്കാതിരിപ്പാൻ രക്ഷ ഒരു മതിൽ. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും കുടുംബത്തിൽ പ്രവേശിക്കുന്ന പിശാച് നിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് നിന്റെ കുടുംബത്തെ രക്ഷയുടെ മതിൽ കെട്ടി ദൈവം സംരക്ഷിച്ചാൽ നിന്റെ കുടുംബത്തിൽ പിന്നെ ഈ മോഷ്ടിക്കുന്നവൻ, ഈ കള്ളൻ, ഈ മുടിക്കുന്നവൻ, ഈ കൊല ചെയ്യുന്നവൻ ഉള്ളിൽ പ്രവേശിക്കയില്ല. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷമായി യേശു ക്രിസ്തു നിന്റെ വീടിന് സംരക്ഷണമായിരിക്കും. വേദപുസ്തകത്തിൽ 91 സങ്കീർത്തനം, അത്യുന്നതന്റെ മറവായി സർവശക്തന്റെ നിഴലിൻ കീഴായി നിന്റെ വീടിരിക്കും. ആമേൻ. ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കുന്നവരായിരിക്കും. ഇന്ന് രാത്രി